സർക്കാരിന്റെ പുതിയ മദ്യനയം ഉടൻ നടപ്പിലാക്കില്ല. പുതിയ മദ്യനയത്തിന് മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിച്ചില്ല. കള്ളുഷാപ്പുകളുടെ ദൂരപരിധി സംബന്ധിച്ച് കൂടുതൽ ചർച്ച വേണമെന്ന ആവശ്യം, ഡ്രൈഡേ ഇളവിൽ കൂടുതൽ വ്യക്തത വേണമെന്നും ആവശ്യമുയർന്നു. പ്രജിത്ത് വിവരങ്ങൾ നൽകും. പ്രജിത്ത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് മദ്യനയം ഇന്ന് അംഗീകരിക്കപ്പെടാതെ പോയത്? കരട് മദ്യനയം, അതായത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് മദ്യനയമാണ് ഇന്ന് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എത്തിയത്. ടൂറിസം മേഖലകളിലും ടൂറിസം ഡെസ്റ്റിനേഷൻ മേഖലകളിലും വെഡിങ് ഡെസ്റ്റിനേഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഡ്രൈഡേക്ക് 1-ാം തീയതിയിലെ ഡ്രൈഡേക്ക് ഇളവ് നൽകുന്ന ഒരു കാര്യം ഈ വ്യവസ്ഥ ഈ പറയുന്ന മദ്യനയത്തിൽ ഉണ്ടായിരുന്നു. അതായത് 50,000 രൂപ അടച്ചാൽ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾക്ക് ആ ദിവസങ്ങളിൽ പ്രത്യേക അനുമതിയോടെ മദ്യം വിളമ്പാനുള്ള അനുമതി നൽകുന്നതായിരുന്നു ഈ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ മദ്യനയത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ്. പിന്നീട് ഈ പറയുന്ന രീതിയിൽ പിന്നീട് ബാർക്കോഴ ആരോപണം അടക്കമുള്ളത് വന്നതുകൊണ്ടാണ് കഴിഞ്ഞ ഈ വർഷത്തെ മദ്യനയം പോലും സർക്കാർ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ഏതാണ്ട് 1.5 മാസത്തോളം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തെ മദ്യനയം എന്നൊരു രീതിയിലേക്ക് സർക്കാർ പോവുകയായിരുന്നു. ഈ മദ്യനയത്തിലാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥയായി ഡ്രൈഡേകൾക്ക് ടൂറിസം മേഖലകളിലും ഡെസ്റ്റിനേഷൻ വെഡിങ് മേഖലകളിലും ഇളവ് നൽകാനുള്ള ഒരു നയവുമായി സർക്കാർ വന്നത്. ഇതിൽ മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് CPI തന്നെയാണ് ഇക്കാര്യത്തിലും ഉടക്കിട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കള്ളുഷാപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന പുതിയതരം ആധുനിക രീതിയിലുള്ള കള്ളുഷാപ്പുകൾ സ്ഥാപിക്കാനുള്ള ഒരു നയം, ഒരു തീരുമാനം, ഒരു വ്യവസ്ഥ ഈ പറയുന്ന മദ്യനയത്തിലുണ്ട്. ആ വ്യവസ്ഥയിലും മന്ത്രിമാർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPIയുടെ യൂണിയനുകളൊക്കെ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കള്ളുഷാപ്പുകളുടെ ദൂരപരിധി കുറയ്ക്കണം എന്നുള്ളൊരു ആവശ്യം. അതോടൊപ്പം തന്നെയാണ് ഈ ലേലത്തിൽ പോകാത്ത കള്ളുഷാപ്പുകൾ ആരേറ്റെടുക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ CPIക്ക് പലവിധ സംശയങ്ങളും അവരുടെ ചില ആവശ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയതരം മദ്യഷാപ്പുകൾക്ക്, ആധുനിക കള്ളുഷാപ്പുകൾക്ക് അനുമതി നൽകുന്ന സമയത്ത് ഈ ദൂരപരിധി അടക്കമുള്ള കാര്യങ്ങൾ ഇവയ്ക്ക് ബാധകമാകുമോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ മന്ത്രിമാർ യോഗത്തിൽ ഉയർത്തി. പ്രത്യേകിച്ച് രാജൻ അടക്കമുള്ള CPI മന്ത്രിമാരാണ് ഇത്തരം സംശയങ്ങൾ ഉയർത്തിയത്. അതിനൊപ്പം തന്നെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഡ്രൈഡേക്ക് ഇളവ് നൽകുന്നതിൽ മന്ത്രിമാർ ചില നിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മദ്യനയം തൽക്കാലം ചർച്ച വേണ്ട, പൂർണ്ണമായും എല്ലാവരുടെയും സംശയങ്ങൾ മാറ്റി ഈ വകുപ്പുകളുമായിട്ടൊക്കെ കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രം മദ്യനയത്തിന് അംഗീകാരം കൊടുത്താൽ മതിയെന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് കരട് മദ്യനയം ചർച്ചകൾക്കായി വീണ്ടും മാറ്റിയത്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ടൂറിസം മേഖലകളിൽ കൃത്യമായ ഇളവ് വേണമെന്നുള്ള കാര്യം യോഗത്തിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ മദ്യനയത്തിൽ വ്യവസ്ഥകൾ ഉണ്ടാകണമെന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രി P. രാജീവും ഇളവുകൾ ആവശ്യമാണ്, കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആവശ്യമാണ് എന്നുള്ളൊരു നയം ഈ യോഗത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തുടർന്നാണ് ഈ CPIയുടെ ഭാഗത്തുനിന്നുള്ള എതിർപ്പ് കൂടി പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കൂടുതൽ ചർച്ചകൾക്കായി മദ്യനയത്തിന്റെ കരട് വിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് വൈകിട്ട് LDF യോഗം ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്, CPIയുടെ ആസ്ഥാനത്ത് വെച്ച് നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മദ്യനയത്തിലെ ആശങ്കകൾ, ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ന് ചേർന്ന് LDF യോഗത്തിലും ചർച്ചയാകും. അതിനുശേഷമായിരിക്കും എങ്ങനെ മദ്യനയവുമായി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ഏതായാലും അടുത്ത മാർച്ച് 31 മുൻപ് ഈ മദ്യനയത്തിന് അംഗീകാരം നൽകി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന അജണ്ട. ഈ എതിർപ്പുകളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് കഴിയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട CPIയും RJDയും ഒക്കെ ഉടക്കിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഘടകകക്ഷികളുടെ പ്രതിഷേധം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പുതിയ മദ്യനയത്തെയും ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. സംസ്ഥാനത്ത് ഈ പറയുന്ന രീതിയിൽ ബ്രൂവറിയുടെ വിഷയം എന്ന സമയത്ത് അത് പാലക്കാട്ടെ ഒരു കുടിവെള്ള പ്രശ്നമായിരുന്നു എങ്കിൽ മദ്യനയം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് കൂടുതൽ ദിവസങ്ങളിൽ ഡ്രൈഡേയിൽ പോലും കൂടുതൽ മദ്യം ഒഴുകാനുള്ള സാധ്യത സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ക്രൈസ്തവ സംഘടന അടക്കമുള്ള വിഭാഗങ്ങളൊക്കെ എതിർപ്പുമായി വരാനുള്ള സാഹചര്യമുണ്ട്. മദ്യവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗങ്ങളൊക്കെ വലിയ എതിർപ്പുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ CPIയുടെയൊക്കെ നയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ ചർച്ചകൾ വേണ്ടി വരികയാണെങ്കിൽ ഒരുപക്ഷെ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തെ മദ്യനയമാണെങ്കിൽ കൂടി അതും വൈകുവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ശരി പ്രജിത്ത്.